മഹാനാകുന്ന റഈസുൽ ഉലമാ കാളമ്പാടി ഉസ്താദ് അവർകളാണ്. കാളമ്പാടി ഉസ്താദാണ്. ആരാണ് മക്കളോ? കാളമ്പാടി ഉസ്താദ്. ജീവിതത്തിൽ ഒരു ആഡംബരവും കൊതിക്കാത്ത മഹാൻ. ആകപ്പാട് 2 ഡ്രസ്സുകളായിരുന്നു മഹാനായ കാളമ്പാടി ഉസ്താദിനുണ്ടായിരുന്നത്. ആകപ്പാട് 2 കുപ്പായങ്ങൾ. ഞാൻ കാളമ്പാടി ഉസ്താദിന് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടെ 1 വർഷം ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഖിദ്മത്ത് ചെയ്തൊരു ഖാദിമാണ് എന്ന് ഞാൻ അറിയിക്കുകയല്ല. ഞാൻ പറയുന്നത് ആ സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം മഹാനായ കാളമ്പാടി ഉസ്താദ് അലക്കാനുള്ള ഡ്രസ്സ് തരുമ്പോ മഹാനായ ഉസ്താദ് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ആ ഫോട്ടോയിലൂടെ കാണുന്നില്ലേ? മഹാനായ കാളമ്പാടി ഉസ്താദിനെ കാണുന്നില്ലേ? ആ മഹാനായ ഉസ്താദ് അവர்கள் അലക്കാനുള്ള ഡ്രസ്സ് കയ്യിലേക്ക് തരുമ്പോ ഉസ്താദ് പറഞ്ഞൊരു വാക്കിപ്പോയും ഓർക്കുകയാണ്, മുസ്ലിയാരെ പതുക്കൻ അലക്കണം കേട്ടോ, പഴകിയ വസ്ത്രമാണ്, ഒന്ന് ഊക്ക് കൂട്ടി അലക്കി കഴിഞ്ഞാൽ അത് കീറിപ്പോകും മുസ്ലിയാരെ. മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദ്. സ്വന്തമായൊരു വാഹനമില്ല, വീട്ടിലേക്ക് നടന്നു പോകാൻ മര്യാദയ്ക്ക് ഒരു ചെറിയ വഴിയുണ്ട് എന്നല്ലാതെ ഒരു വാഹനം പോലും ഉസ്താദിന്റെ വീട്ടിലേക്ക് പോവുകയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് മഹാനായ ഉസ്താദിന്റെ കൂടെ വയനാട്ടിലേക്ക് യാത്ര ചെയ്ത രംഗം. വയനാട്ടിലേക്ക് യാത്ര ചെയ്ത് അവിടെ വെച്ചുകൊണ്ട് ഒരു ഫൈലി ഉസ്താദിന്റെ കല്യാണത്തിന് കൂടി. അത് കഴിഞ്ഞുകൊണ്ട് അവിടെ 2-3 സ്ഥാപനങ്ങളും സന്ദർശനം നടത്തി. മഹാനായ ഉസ്താദിന്റെ കൂടെ രാത്രിയിലാണ് കടന്നു വരുന്നത്. കാളമ്പാടി എത്തിയപ്പോ ഉസ്താദ് അവർ റോഡ് സൈഡിൽ ഇറങ്ങുകയാണ്. എന്നിട്ടാ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഒരു മെഴുകുതിരി എടുക്കുകയാണ്. മെഴുകുതിരി എടുത്ത് തീപ്പെട്ടി ഒരുതിയിട്ട് ആ മെഴുകുതിരി കത്തിക്കുകയാണ്. എന്നിട്ട് ഉസ്താദ് മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് ഞങ്ങളോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ഒറ്റക്ക് പൊയ്ക്കോളാം, ഇത് എന്റെ നാടാ, എനിക്ക് പേടിയില്ല, എനിക്ക് വേജാറില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്നൊരുപാട് സമയം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഉസ്താദേ അവിടെ എത്തിയിട്ടേ ഞങ്ങൾ പോകൂ. ഉസ്താദിന്റെ ബാക്കിൽ ഇങ്ങനെ പോകുമ്പോ സുബ്ഹാനല്ലാഹ് കണ്ണ് നിറഞ്ഞു പോയി. ഒരു ഓട്ടോറിക്ഷ പോലും ഉസ്താദിന്റെ വീട്ടിലേക്ക് എത്തുകയില്ല. ഒരുപാട് നേരം സഞ്ചരിക്കാനുണ്ട്. മഹാനായ കാളമ്പാടി ഉസ്താദ് എന്ന സമസ്തയുടെ പ്രസിഡന്റ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ നേതാവായ മഹാനായ ശൈഖുനാ റഈസുൽ ഉലമാ കാളമ്പാടി ഉസ്താദ്. സ്വന്തമായി വാഹനമില്ല, ചെറിയ കൊച്ചുകൂരയാണ്. ഞാൻ ആ ഉസ്താദിന്റെ വീട്ടിൽ പോയിരുന്നു. ഒരുപാട് ദിവസങ്ങൾ പോയിട്ടുണ്ട്. ഉസ്താദിന്റെ വീടിന്റെ ഒരു ഭാഗത്തിൽ ഓട് പൊട്ടിയത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഓട് പൊട്ടിയിട്ട് വെള്ളം ഒലിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ദുനിയാവിന്റെ ഒരു സുഖവും ഇവരൊന്നും തേടിയിട്ടില്ല. ദുനിയാവിന്റെ ഒരു ആഡംബരവും ഇവരൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഈ കാളമ്പാടി ഉസ്താദിന്റെ 2 പെൺമക്കൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോഴാണ് ഉസ്താദ് പട്ടിക്കാട് ജാമിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഹദീസ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിലാണ് മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ 2 പെൺമക്കള് ഓട്ടോറിക്ഷയിൽ അപകടത്തിൽ മരണപ്പെടുന്നത്. ഈ വാർത്ത കണ്ണി കാളമ്പാടി ഉസ്താദിന്റെ മുമ്പിലേക്ക് പോയി പറഞ്ഞപ്പോഴാണ് മഹാനായ ഉസ്താദ് ഹദീസ് ഇങ്ങനെ കിതാബ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങളുടെ 2 പെൺമക്കൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉസ്താദ് പറഞ്ഞത്, മുസ്ലിയാരെ നിങ്ങൾ വായിക്കും മുസ്ലിയാരെ, ഇത് ഹദീസാണ്, വിശുദ്ധമായ ഹബീബാ നബി തങ്ങളുടെ വചനങ്ങളാണ്. ഇത് തോന്നുമ്പം തുറക്കാനുള്ളതല്ല, തോന്നുമ്പം പൂട്ടാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് മുഴുവനായി നല്ലതുപോലെ വായിച്ചർത്ഥം വെച്ച് കൊടുക്കുകയാണ് മഹാനായ റഈസുൽ ഉലമാ കാളമ്പാടി ഉസ്താദ്. അല്ലാഹുവേ അവിടുത്തെ മദദ് കൊണ്ട്, അവിടുത്തെ ഫദ്ൽ കൊണ്ട് ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ റബ്ബേ, സന്തോഷം തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇതിങ്ങനെ പോട്ടെ മുനവറിയമാനി. ഇൻഷാ അല്ലാഹ് നമുക്ക് മഹാനായ തങ്ങളുടെ താരീഖിലേക്ക് എത്തണമെങ്കിൽ ഇവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം. ഞാൻ ഇവരൊക്കെ പറയുന്നത് എന്തിനാണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം വരാനിരിക്കുന്ന ദുആക്ക് ഒരു ഫലം, ഒരു വലിയ മഹത്വം ഉണ്ടാവാനാണ്. അല്ലാഹുവേ ഇവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഒന്ന് അറിയിക്കണേ. അതായത് നമുക്ക് ഈ വിഷയം തീർന്നിട്ടില്ലെങ്കിൽ നാളെയും നമുക്ക് ഈ വിഷയം തുടരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം നാളെ ഉച്ചക്ക് 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് കഴിഞ്ഞ് രാത്രിയിൽ വേണമെങ്കിൽ, ഇന്നത്തെ ദിവസം നമുക്ക് വിഷയം തീർന്നിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്നെല്ലാവരും അറിയിക്കി. ഇന്ന് നമ്മുടെ വിഷയം തീർന്നിട്ടില്ലെങ്കിൽ അതവിടെ ഫോട്ടോ വെച്ചു, അതാണ് വിഷയം തീർന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നാളെ ഈ വിഷയവും ബാക്കിയുള്ളത് തന്നെ അവതരിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ മഹാന്മാരുടെ കൂടെ ഞങ്ങളെ അവ്വലീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെ തന്നെയല്ലേ നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ.
ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അങ്ങനെ തന്നെ എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന വിഷയം ബാക്കി പോട്ടെ. മഹാനായ കാളമ്പാടി ഉസ്താദ്, മഹാനായ കാളമ്പാടി ഉസ്താദ്, ആ കാളമ്പാടി ഉസ്താദ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ടാണ്. പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് മഹാനായ കാളമ്പാടി ഉസ്താദിന് അവസാനമായി വെള്ളം കൊടുക്കുന്നത് പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങളാണ്. മഹാനായ പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങളാണ്. ഈ സാബിക് അലി തങ്ങൾ ഉണ്ടല്ലോ, ഒരുപാട് ആളുകളുടെ കുരുത്തം വാങ്ങിയ മഹാനായ സയ്യിദാൻ. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, എന്റെ അഭിവന്ദനായ ശൈഖുന പന്മള ഫരീദ് ഉസ്താദ്. ആ ഫരീദ് ഉസ്താദ് കുരുത്തവും പൊരുത്തവും കൊടുത്തൊരു തങ്ങളാണ് മഹാനായ സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ. സാബിക് അലി ശിഹാബ് തങ്ങൾ പട്ടിക്കാട് ജാമിയിൽ പഠിക്കുമ്പോ, ആ പട്ടിക്കാട് ജാമിയിൽ പഠിക്കുന്ന സമയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും മന്ത്രിക്കാൻ വേണ്ടി കടന്നു വന്നാൽ കാളമ്പാടി ഉസ്താദ് ഏൽപ്പിക്കാറുള്ളത് സാബിക് അലി ശിഹാബ് തങ്ങളെ ആയിരുന്നു. സാബിക് അലി തങ്ങളോട് മന്ത്രിക്കാൻ വേണ്ടി പറയും. അത്രയും വലിയ കുരുത്തവും പൊരുത്തവും വാങ്ങിയ മഹാനാണ് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ. ആ സാബിക് അലി ശിഹാബ് തങ്ങളാണ് അവസാനമായി മഹാനായ കാളമ്പാടി ഉസ്താദിന് വെള്ളം കൊടുക്കുന്നത്. അതിനു മുമ്പ് കാളമ്പാടി ഉസ്താദ് വഫാത്താകുന്ന അന്നത്തെ രാത്രി, പടച്ചവനെ, അതൊരു സംഭവമാണ്. കാളമ്പാടി ഉസ്താദ് അന്ന് പകലിലും ബുഖാരിയും തുഹ്ഫയും ക്ലാസ് നടത്തി പട്ടിക്കാട് ജാമിയിൽ. അതൊരു ദുആയായിരുന്നു ഉസ്താദിന്. എപ്പോഴും ദ്വാരക്കും ഉസ്താദ് പറയാറുണ്ട്, അല്ലാഹുവേ മരിക്കുന്നത് വരെ അല്ലാഹുവേ കടന്നു പോകുന്നൊരവസ്ഥ നൽകരുതേ അല്ലാ. മഹാനായ കാളമ്പാടി ഉസ്താദ്. സഹോദരിമാരെ, ആ മുഖത്തേക്കൊന്ന് നോക്കൂ, ആ ഫോട്ടോയിലേക്കൊന്ന് നോക്കൂ. അവരൊക്കെ കടക്കുന്ന സ്വർഗമാണ് ഞാനും നിങ്ങളും കൈ നീട്ടി കൈയും കഴുകി ചോദിക്കുന്നത്. എന്തവകാശമാണുള്ളത്? നെഞ്ചത്ത് കൈവെക്കുക. ഒരു മാറ്റത്തിന് നാം തയ്യാറാവണം. ഒന്ന് മാറാൻ നമ്മൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം അപകടമാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. മഹാനായ കാളമ്പാടി ഉസ്താദ് മരിക്കുന്നതിന്റെ തലേന്നത്തെ ദിവസമുണ്ടല്ലോ, അതായത് അസ്റാഈൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്നതിന്റെ തലേന്നത്തെ ദിവസം ബുഖാരിയും തുഹ്ഫയും സബക്ക് നടത്തിയിട്ടുണ്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കാളമ്പാടി ഉസ്താദ്. എന്നിട്ട് കാളമ്പാടി ഉസ്താദ് പിറ്റേന്നത്തേക്കുള്ള സബക്ക് മുതാല ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുതാല ചെയ്യാതെ കാളമ്പാടി ഉസ്താദ് ദർസ് നടത്തുമായിരുന്നില്ല. ആ കുനിഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അത് വയസ്സായിട്ട് കുനിഞ്ഞതല്ല, അപാരമായ ഇൽമിന്റെ ഉടമസ്ഥനാണ്, അപാരമായ താഴ്മയുടെ നിറകുടമാണ് മഹാനായ കാളമ്പാടി ഉസ്താദ്. ആ കാളമ്പാടി ഉസ്താദ് പിറ്റേന്നത്തേക്കുള്ള സബക്കിനുള്ളത് മുതാല ചെയ്തു വെക്കുകയാണ്. എന്നിട്ട് മരിക്കുന്ന രാത്രി, അതായത് അന്നത്തെ ദിവസം സബക്കൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി മുതാല ചെയ്ത് ഇശാ നിസ്കാരം കഴിഞ്ഞ് കിടക്കുകയാണ്. കടന്നിട്ട് ഏകദേശം ഒരു 10-11 മണിയാകുമ്പോ മഹാനായ കാളമ്പാടി ഉസ്താദിന് നെഞ്ചത്ത് വേദന വരികയാണ്. നെഞ്ചത്ത് വേദന വന്നപ്പോ കാളമ്പാടി ഉസ്താദിന്റെ അരുമ ശിഷ്യനായ കാളമ്പാടി ഉസ്താദിന്റെ എല്ലാ കുരുത്തവും പൊരുത്തവും ലഭിച്ച മഹാനായ, ഇന്നും ജാമിയിൽ സേവനം ചെയ്യുന്ന, ജാമിയിൽ ഞങ്ങളുടെ ഉസ്താദായ മഹാനായ ചുങ്കത്തറ സുലൈമാൻ ഫൈലി ഉസ്താദ്. സുലൈമാൻ ഉസ്താദും കൂമണ്ണ ഉസ്താദും ഒരു റൂമിലാണ് കിടക്കാറുള്ളത്. അവർ രണ്ടുപേരും ജാമിയയിലെ റാങ്കുകാരാണവര്. വല്ലാത്ത വിനയത്തിന്റെ ഉടമകളാണവര്, വല്ലാത്ത ജ്ഞാനത്തിന്റെ നിറകുടങ്ങളാണവര്. ആ മഹാനാകുന്ന ചുങ്കത്തറ ഉസ്താദിന്റെ റൂമിന്റെ വാതിലിന് വന്നിട്ട് മുട്ടുകയാണ് മഹാനായ റഈസുൽ ഉലമാ കാളമ്പാടി ഉസ്താദ്. എന്നിട്ട് പറയാണ്, എനിക്ക് നെഞ്ചത്ത് വേദന വരുന്നുണ്ട്. മുസ്ലിയാരെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകോ? നമുക്ക് പെരിന്തൽമണ്ണൊന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോകുകയല്ലേ? അപ്പൊ ചുങ്കത്തറ ഉസ്താദ് പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട് ഉസ്താദേ, വരാമെന്ന് പറഞ്ഞ് നേരെ ഡ്രസ്സെല്ലാം മാറ്റി അപ്പോയത്തിനേക്ക് കാളമ്പാടി ഉസ്താദ് ബെൽറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്തിട്ടുണ്ട്. എന്നിട്ട് കാശെടുത്തുകൊണ്ട് മഹാനായ കാളമ്പാടി ഉസ്താദ് ചുങ്കത്തറ ഉസ്താദിന്റെ കയ്യിലേക്ക് ഈ കാശ് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മുസ്ലിയാരെ, ഞാൻ അഥവാ മരിച്ചുപോയാൽ എന്റെ മരണശേഷം അത് ചെയ്യാനുള്ള കർമ്മത്തിന് വേണ്ടിയുള്ള കാശ് ഞാൻ എടുത്തു വെച്ചതാണ് എന്ന് പറഞ്ഞ് ആ കാശ് അങ്ങ് കൊടുത്തു സുലൈമാൻ ഉസ്താദിന്റെ കയ്യിലേക്ക്. അതുമായിട്ടാണ് പെരിന്തൽമണ്ണയിലേക്ക് പോകാൻ വേണ്ടി വാഹനം നോക്കി. സുബ്ഹാനല്ലാഹ്, കാളമ്പാടി ഉസ്താദിന് ഒരു സ്വന്തമായിട്ടൊരു കാറില്ല, സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ പോലുമില്ല. കാളമ്പാടി ഉസ്താദ് അവസാനം യാത്ര ചെയ്യുന്നത് ഏത് വണ്ടിയിലെന്നറിയോ? പട്ടിക്കാട് ജാമിയിൽ തേങ്ങയും ക്യാൻറ്റീനിലേക്കുള്ള വസ്തുക്കളും കൊണ്ടുവരുന്ന ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പിലാണ് സമസ്തയുടെ നായകൻ മഹാനായ കാളമ്പാടി ഉസ്താദ് അവസാനമായി യാത്ര ചെയ്യുന്നത്.
സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്ക്, ആ ജീപ്പിന്റെ മുമ്പിലേക്ക് അങ്ങ് കയറിയപ്പോ മുൻഭാഗത്തിൽ തന്നെ സുലൈമാൻ ഉസ്താദും കയറി. വേദന കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെയാണ് മഹാനായ കാളമ്പാടി ഉസ്താദിനെ അവിടത്തിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അഡ്മിറ്റായി പിറ്റേന്ന് ചൊവ്വാഴ്ചയാണ്. എല്ലാവരും പാണക്കാട്ട് തങ്ങന്മാരെല്ലാം പാണക്കാട് ഉണ്ടാകുമ്പോഴാണ് വിവരമറിയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദായ മഹാനായ കാളമ്പാടി ഉസ്താദ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നുള്ളത് നിഷ്കളങ്കനാണ്. മരിക്കുന്നത് വരെ ഒരു ഹറാമായ ഒരു തരിക്കാശ് പോലും തന്റെ ജീവിതത്തിലേക്ക് കൈപ്പറ്റാത്ത മഹാനാൻ. ഒരു തരി ഭക്ഷണം പോലും ഹറാമിന്റെ വയറ്റത്തിലേക്ക് എത്തിക്കാത്ത മഹാനാൻ. ഒരു ഹറാമ് പോലും കാണാത്ത മഹാനാൻ. ഒരു ഹറാമ് പോലും സംസാരിക്കാത്തവരാൻ. ഒരു ഹറാമ് പോലും കേൾക്കാത്തവരാണ്. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച മഹാനാണ്. അവസാനം വരെ വിശുദ്ധമായ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ കാളമ്പാടി ഉസ്താദ്. ആ കാളമ്പാടി ഉസ്താദാണ് പിന്നെന്ത് ചെയ്യുന്നത്? വിശുദ്ധമായ സമസ്തയുടെ പതാക പിന്നീട് സ്വീകരിക്കുന്നത്